നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തകർന്നു കിടക്കുന്ന റോഡിൽ വാഴ വെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. കുറ്റൂർ പഞ്ചായത്ത് 9-ാം വാർഡിലെ പ്രയാറ്റ് റെയിൽവേ ഗേറ്റ് റോഡിലാണ് വാഴ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ പ്രയാറ്റ് റെയിൽവേ ഗേറ്റ് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റോഡിലെ വെള്ളക്കെട്ട് കാരണം കാൽനട യാത്ര പോലും ദുസ്സഹമാകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. പഞ്ചായത്തിന്റെ അനാസ്ഥയും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമില്ലായ്മയുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പറഞ്ഞു മടുത്ത നാട്ടുകാർ അവസാനം രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് രംഗത്തെത്തി. കുറ്റൂർ വിവേകാനന്ദ ഗ്രാമസേവാ സമിതിയാണ് ഇത്തരത്തിൽ നാട്ടുകാരെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. അമ്മമാരും കൊച്ചുകുട്ടികളുമടക്കം ധർണയിൽ പങ്കുചേർന്നു. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിച്ചില്ലെങ്കിൽ വൻ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വിവേകാനന്ദ ഗ്രാമസേവാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വിവേകാനന്ദ ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് രതി ശർമ്മൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരിമാരായ AR ശശിധരൻ, സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അതേസമയം ചെയ്ത പണികളുടെ പോലും ഫണ്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പണി ഏറ്റെടുത്ത കോൺട്രാക്ടറും പറയുന്നു. വിവേകാനന്ദ ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് രതി ശർമ്മൻ കോൺട്രാക്ടറോട് സംസാരിച്ച വോയിസ് കൂടി കേൾക്കാം. ഒറ്റ പൈസ കയ്യിലെടുക്കാനില്ല. 2.25 കോടി രൂപ മേളിലും മുടക്കിയിട്ടിട്ടുണ്ട് വഴിയില്. ഇവർ ഈ കഥ പറയുന്നതല്ലാതെ പൈസ ഒന്നും ഇങ്ങോട്ട് തരുന്നില്ല. നിങ്ങൾ ലേലത്തിൽ എടുത്തിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിയും. അതെ, 2.25 കോടി രൂപയെ കൂടുതൽ ഒരു മനുഷ്യന്റെ എങ്ങനെ ഉണ്ടാകും? 2.5 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റാ. ഇത് ഒരെണ്ണം ഒന്ന് മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചു കിട്ടിയിട്ടാ ഞങ്ങളെല്ലാം പണി ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ എല്ലാ കരാറുകാരും ഇത് ഒറ്റ പൈസ തരുന്നില്ല. ഇത് നിത്യജലത്തിനുള്ള പൈസ പോലും കയ്യിലില്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ദിവസവും ഓരോ ഓർഡർ വരുമെന്നല്ലാതെ പൈസ തരത്തില്ല. പത്രവാർത്ത വരും എല്ലാ ദിവസവും. പൈസ റെഡിയായി 25 ലക്ഷം വരെ മാറാം, 50 ലക്ഷം വരെ മാറാം. ഞങ്ങൾക്ക് ഒറ്റ രൂപ കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് ചെയ്യും. എവിടുന്നേലും ഒരു പേയ്മെന്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് ചെയ്തോളാം. സർക്കാരിന്റെ ഇല്ല പൈസ. സർക്കാരാകെ പൊട്ടി നാശമായി നിൽക്കുക. ചുമ്മാ പത്രവാർത്തയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓർഡറുകൾ ഇറക്കുന്നതെന്നല്ലാതെ എത്ര നാള് തൊട്ടുള്ള പേയ്മെന്റ് ആയി കിടക്കുന്നതെന്നറിയാം. 1-1.5 വർഷം മുമ്പുള്ള പേയ്മെന്റുകളാണ്. പഞ്ചായത്തിൽ കുറെ വർക്കുകൾ പെൻഡിങ് ആയിട്ട് ഇട്ടിരിക്കുകയാണെന്ന് ഒത്തിരി എല്ലാ കരാറുകാരും നിർത്തി വെച്ചേക്കുക. ഒരു കരാറുകാരെന്നല്ല, എല്ലാരും നിർത്തി വെച്ചേക്കുക. നമുക്ക് മുടക്കാൻ പൈസ ഉണ്ട്. ബാങ്കിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടായി പണി ചെയ്യുന്നത്. അത് ബാങ്കിൽ അങ്ങോട്ട് എല്ലാം പറ്റാത്ത പരുവത്തിൽ അവര് BDS എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. സർക്കാരിന്റെ ഗ്യാരണ്ടി നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അതുപോലും ബാങ്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്താ വിശ്വസിച്ചിട്ടാ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത്? സർക്കാരിനെ പൈസ കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. BDS എങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു 10-40 എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് തരാൻ തയ്യാറല്ല. ഏതെങ്കിലും ഒരു പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, കുറ്റൂരത്തെ ഒരു മെമ്പർ എന്നെ വിളിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. ഇന്റർലോക്ക് പണിയുവാ, ഈ സമയത്ത് ചെയ്യാവുന്നത് പോവാ. ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഒന്ന് വന്നോട്ടെ, വന്നാ ഉടനെ ചെയ്തോളാം. നിരന്തരമായിട്ട് ചെയ്യണം. അവിടെ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അറിയാം. നമുക്ക് അതുപോലെ പേയ്മെന്റിന്റെ വിഷയം ആയതുകൊണ്ട്, അല്ലായിരുന്നെങ്കിൽ ഇത് ഏത് സമയത്തും പണിയാൻ പറ്റുന്ന വർക്കാണ് ഇന്റർലോക്കിന്റെ. ഓക്കെ ശരി.